അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരു അടിമ എന്ത് തന്നെ ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമക്ക് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിന്റെ രാവ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നതെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ രാത്രിയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ വല്ലാത്ത ഇഷ്ടമാണ്. ഇന്നത്തെ രാത്രി അല്ലാഹുവിലേക്ക് അടുക്കുന്നവരെ അല്ലാഹുവിന്റെ വല്ലാത്ത ഇഷ്ടമാണ്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് മഗ്‌രിബിയോട് കൂടി നമ്മൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിന്റെ ആ ഒരു സുന്ദര മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് കടക്കുമ്പോൾ ഈ രാത്രി മുഴുവനും, ഈ സമയങ്ങൾ മുഴുവനും ആ പരിശുദ്ധമായ ദുആക്ക് ഇജാബത്തുള്ള രാത്രിയിൽ പെട്ടതാണ് എന്ന് നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമുണ്ടല്ലോ, ആ ദിനത്തിലൊരു സമയമുണ്ട് സഹാബ. ആ പരിശുദ്ധമായ സമയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു അടിമ എന്താണ് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കുന്നത്? ആ ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്തിന് വേണ്ടിയിട്ട് പടച്ചറബ്ബേ, നമ്മൾ രാവിലെ മുതൽ ഏത് സമയത്താണോ നമ്മൾ ഒരുങ്ങേണ്ടത്, ആ ദിവസം ഏത് മുതലാണ് ആരംഭിക്കുന്നത്, ആ സമയം മുതൽ ആ പവിത്രമായ ദിവസത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് പടച്ചറബ്ബേ ആരാണ് ഒരുങ്ങുന്നത്? ആരാണ് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്? ആരാണ് അതിന് വേണ്ടിയിട്ട് പടച്ചറബ്ബേ തന്റെ സമയങ്ങളും തന്റെ ജീവിതത്തിന്റെ സമയങ്ങളും മുഴുവനും മാറ്റിവെക്കുന്നത്? അവർക്ക് അല്ലാഹു കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കുകയാ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, ഉമ്മ, നമുക്ക് ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ടല്ലോ, നൂറുകണക്കിന് നീറുന്ന വിഷമങ്ങളുമായിട്ട് പടച്ചറബ്ബേ എല്ലാവരുടെ കാണുമ്പോഴും പടച്ചറബ്ബേ നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഉസ്താദേ, കടമാണ് അല്ലാഹുവേ, രോഗങ്ങളാ, വീടില്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പടച്ചറബ്ബേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എത്രയോ സഹോദരങ്ങളുണ്ടെന്നറിയോ? എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ? എത്രയോ ബാപ്പമാരുണ്ടെന്നറിയോ? അൽഹംദുലില്ലാഹ്, ഇന്നീ നമ്മൾ പറയുന്ന ഓരോ വാക്യങ്ങളുണ്ടല്ലോ ഉമ്മ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊത്തിവെക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകണേ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയങ്ങളും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഒരുപാട് അവസരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് സമയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ചില സമയങ്ങളുണ്ടല്ലോ, ചില സമയങ്ങളെക്കാൾ വലിയ പവിത്രതയുള്ളതായിരിക്കുമല്ലോ. ചിലതിനേക്കാൾ പവിത്രമുള്ള ദിവസങ്ങളായിരിക്കും, ചിലതിനേക്കാൾ പവിത്രമുള്ള മാസങ്ങളായിരിക്കുമല്ലോ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചറബ്ബേ നമുക്ക് നൽകിയിട്ടുണ്ടോ? ഈ ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്ക് കൊടുത്തത് എന്തിനാണെന്നറിയോ? ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനാ, ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്താനാ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനാ. പടച്ച തമ്പുരാൻ തന്നെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. കുല്ലു ബനി ആദമിൻ ഖത്താഉൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ കാണുന്ന ജനതയുണ്ടല്ലോ, ആദമ സന്തതികളുണ്ടല്ലോ, അവരെല്ലാവരും തെറ്റുകാരാണ് സഹാബ. അവരുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പടച്ചറബ്ബേ കടന്നു വരുമല്ലോ.
അവരുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അവർ കാണുന്നത് തെറ്റാകും, ചിന്തിക്കുന്നത് തെറ്റാകും, പറയുന്നത് തെറ്റുകളാകും. അതൊക്കെ അവരുടെ ജീവിതത്തിൽ അല്ലാഹുവേ പടച്ചറബേ കടന്നു വരുമല്ലോ. ആ പാപങ്ങൾ പൊറുക്കാൻ, അവരുടെ വിഷമങ്ങൾ തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിലേക്ക് ഒരുപാട് ദിവസങ്ങൾ തന്നിട്ടുണ്ട്, സമയങ്ങൾ തന്നിട്ടുണ്ട്, മാസങ്ങൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ പാപക്കറകളെല്ലാം മായിച്ചു കളയണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഏകനായ അല്ലാഹുണ്ടല്ലോ, അല്ലാഹു നമുക്ക് തന്ന ഓഫറുകൾ ഉണ്ടല്ലോ. ആ ഓഫറുകൾ നമ്മൾ പിൻപറ്റിയിട്ടോ, ആ ഓഫറുകളിൽ നമ്മൾ ഇടപെട്ടിട്ടോ പടച്ചുറപ്പേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ടൗണിലോ നമ്മുടെ തൊട്ടടുത്തൊരു കടയിലോ പടച്ചുറപ്പേ ഇന്ന് വിറ്റഴിക്കുകയാണ്. ഒരു ടെക്സ്റ്റൈൽസിലോ തുണികൾ വിറ്റഴിക്കുകയാണെന്ന് പറഞ്ഞ ചാടിപ്പടഞ്ഞിട്ട് ഓടുന്ന ഉമ്മ, പടച്ചുറപ്പേ ഇന്ന് മൊബൈലിൽ റീചാർജിന്റെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ പടച്ചുറപ്പേ ചാടിപ്പടഞ്ഞിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ, നമ്മൾ കടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടോ, വീടില്ല എന്ന് പറയുന്നുണ്ടോ, നൂറുകണക്കിന് തീർന്ന വിഷമങ്ങൾ ഹൃദയത്തിനകത്ത് വെച്ചിട്ടാണ് പടച്ചുറപ്പേ നടക്കുന്നത്. ഇതെല്ലാം അല്ലാഹുവോട് ആത്മാർത്ഥമായിട്ട് പറയാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പടച്ചുറപ്പ് പ്രത്യേകമായിട്ട് നമുക്ക് പടച്ചുറപ്പെ അതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫറുകൾ നമുക്ക് തന്നിരിക്കുകയാണല്ലോ. ഒരുപാട് ഓഫറുകൾ നമുക്ക് തന്നിരിക്കുകയാണല്ലോ. ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്തണേ, ആ ഓഫറുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണേ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അതവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന യൗമൽ ജുമുഅത്തി വ ലൈലത്തുൽ ജുമുഅ, പടച്ചറബ്ബേ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമുണ്ടല്ലോ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമുണ്ടല്ലോ. ആ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിന്റെ രാത്രിയും അതേപോലത്തതിന്റെ പകലുകളും കൂട്ടിയാൽ 24 സാഅ, അത് 24 മണിക്കൂറാണല്ലോ, 24 മണിക്കൂറാണല്ലോ. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ലൈസ ഫീഹാ സാഅത്തുൻ ഇല്ലാ വലില്ലാഹി ഫീഹാ 600 അൽഫിൻ അതീഖൻ മിനന്നാർ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിന്റെ 24 മണിക്കൂറുകളുണ്ടല്ലോ. ആ മണിക്കൂറുകളില് ഓരോ മണിക്കൂറിലും ഏകദേശം 6 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം കൊടുക്കുകയാണ്. അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അവരെ അല്ലാഹു സുരക്ഷിതമാക്കുകയാണ്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുകയാണെന്ന് എന്റെ പ്രിയമുള്ളവരെ, ആരാ പറയുന്നതെന്നറിയോ? ആരാ പറയുന്നതെന്നറിയോ? പടച്ചറബ്ബേ, ആരാണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തവരാകണമെങ്കിൽ ഈ ദിവസത്തെ നിങ്ങൾ പരിഗണിച്ചോ. ഇന്നത്തെ മഗ്രിബ് മുതൽ നാളത്തെ മഗ്രിബ് വരെ അതിനുള്ള സമയമാണ്.
സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നോ ഉമ്മ? ആ സമയത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് പായാക്കണ്ട. ഈ പരിശുദ്ധമായ സമയങ്ങള് ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ എടുത്തു കളയരുത്. നമ്മൾ അശ്രദ്ധവാന്മാരായിട്ട് പോകാൻ പാടില്ല. ഈ പുണ്യമായ ദിവസത്തിൽ നമ്മുടെ എല്ലാ കാര്യം നമ്മൾ അള്ളാഹിനോട് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല യദാ, നമ്മുടെ പാപങ്ങളല്ല പുറത്തു തരികയാണ്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കാൻ, ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിനത്തിൽ ആരെങ്കിലും അല്ലാഹുവേ ഇന്നത്തെ ദിവസത്തെ പരിഗണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത് കൊടുക്കുന്ന കാര്യം എങ്ങനെയാണ്? ഓരോ മണിക്കൂറിലും 24 മണിക്കൂറിൽ ഓരോ മണിക്കൂറുകളിലും 6 ലക്ഷത്തോളം ആളുകളെ അല്ലാഹു തആല നരകമോചനം കൊടുക്കുകയാണ്. പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ 24 മണിക്കൂർ നമ്മളൊന്ന് കൂട്ടി നോക്കൂ. 6 ലക്ഷം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1,44 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യാഴാഴ്ച ദിവസത്തിൽ മാത്രം അല്ലാഹു തആല അവിടുന്ന് പാപം പുറത്തു കൊടുക്കുന്നുണ്ട്. നരകമോചനം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അല്ലാഹുവേ പടച്ചോനെ, ആ വിഭാഗത്തിൽ നീ ഞങ്ങളെയും പെടുത്തണേ അല്ലാ. ഞങ്ങളെ ബന്ധപ്പെട്ടവരെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉമ്മാനെ, ഞങ്ങളെ വാപ്പാനെ, വല്ലിപ്പമാരെ, വല്ലിമ്മമാരൊക്കെ നീ പെടുത്തണേ അല്ലാ. ഞങ്ങളെ മരിച്ചുപോയ സഹോദരങ്ങൾ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, പടച്ചോനെ, ഞങ്ങളെ കൂട്ടുകാർ, പടച്ചറബ്ബെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കൾ, എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്ത റബ്ബേ. ഈ മജ്ലിസിലുള്ള എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുകൊണ്ട് മനസ്സിലായോ, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകതയാണത്. ഇന്നത്തെ രാത്രി ഓരോ മണിക്കൂറിനും അല്ലാഹു തആല 6 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. അതിൽ പെടണ്ടേ? നമുക്ക് അതിൽ പെടണ്ടേ? ഈ പറയുന്ന എനിക്ക് പെടണം, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പെടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അല്ലാഹുവിനെ വേണ്ടിയിട്ട് ദുആ ചെയ്യും, പടച്ചോന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഇന്നത്തെ രാത്രി സ്വലാത്ത്, വ്യാഴാഴ്ച ദിനമല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് മുനാജാത്ത് ചൊല്ലിയിട്ട് വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുനാജാത്ത് നടത്തിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതാ അവിടുന്ന് മഹാനായ ഇമാം തഖിയുദ്ദീൻ അസ്സുബ്കി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, പടച്ചറബ്ബേ മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമുണ്ടല്ലോ, ഈ വരുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ചന്റെ ദിനത്തിലോ അതേപോലെ തന്നെ അതിന്റെ രാവിലോ അല്ലാഹുവേ ഒരുപാട് ഇബാദത്തുകൾ ചെയ്താൽ, അല്ലാഹുവിനെ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് വിശ്വസിച്ചു കഴിഞ്ഞിട്ടോ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് ഇബാദത്തുകൾ ചെയ്താൽ, അതാ മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, ഒരു ആഴ്ചയുണ്ടല്ലോ, ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച, പടച്ചറബ്ബേ അതേപോലെ തന്നെ അല്ലാഹുവേ കഴിഞ്ഞു പോയ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരികയാ. അതേപോലെ ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ ബറാഅത്ത് ദിനമുണ്ടല്ലോ, ആ പരിശുദ്ധമായ ബറാഅത്ത് ദിനത്തിന്റെ അന്ന് ആരെങ്കിലും ഒരാൾ ആ ദിനത്തെ പരിഗണിച്ചോ ഒരുപാട് ഇബാദത്തുകൾ ചെയ്താൽ, അല്ലാഹുവേ കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ പരിശുദ്ധമായ ദിനമുണ്ടല്ലോ, ആ ദിനത്തെ പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തില് അവന്റെ ആയുസ്സിൽ അവന് ചെയ്തു കൂട്ടിയ കഴിഞ്ഞു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്.
എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ അവിടുന്ന് ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യമൊന്ന് നോക്കൂ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിനത്തെ പരിഗണിച്ചുകൊണ്ടോ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തെ പരിഗണിച്ചുകൊണ്ടോ ആരാണ് റബ്ബേ ദിക്റുകൾ ചൊല്ലുന്നത്, ആരാണ് റബ്ബേ തസ്ബീഹുകൾ ചൊല്ലുന്നത്, തഹ്ലീലുകൾ ചൊല്ലുന്നത് ആരാ? അല്ലാഹനെ അറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ രാത്രി പടച്ച റബ്ബേ സന്തോഷിപ്പിക്കുന്നതാരാ? അവർക്ക് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം കഴിഞ്ഞ ആഴ്ച മുതൽ പടച്ച റബ്ബേ ഈ ആഴ്ച വരെയുള്ള പാപങ്ങളുണ്ടല്ലോ, അല്ലാഹു അവിടുന്ന് പുറത്തു കൊടുക്കുമെന്ന് ഇമാം തഖിയുദ്ദീൻ സുബ്ഖി റഹിമഹുല്ലാഹ് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കാൻ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തെ പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അമലുകൾ ചെയ്താൽ, ഈ ആഴ്ച ഒരാൾ നന്മ ചെയ്താൽ അല്ലാഹുവേ, കഴിഞ്ഞ ഈ ഒരാഴ്ച ഉണ്ടല്ലോ, കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ഈ ദിവസത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹു തആല ഇനിയോ ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞു, ഇനി അങ്ങനെ മുന്നോട്ട് പോകുകയാണ് അല്ലെ. ആ ഇനി വരുന്ന വ്യാഴം വെള്ളിയും ഇതുപോലെ തന്നെ ഒരാൾ അമലുകൾ ചെയ്തു, നന്മകൾ ചെയ്തു. അപ്പോഴും അതേപോലെ തന്നെ ഓരോ ദിനങ്ങളിലും അവൻ ചെയ്ത ഓരോ സെക്കൻഡിൽ കണ്ടതും കേട്ടതും ചിന്തിച്ചതുമായ പടച്ച റബ്ബേ ജീവിതത്തിൽ ചെയ്തതുമായ പാപങ്ങളുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തആല നമ്മെ പാപം പുറത്തവരിൽ പെടുത്തട്ടെ. അല്ലാഹു തആല പാപം പുറത്തവരിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കാനും അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ കാര്യങ്ങൾ എന്തുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നിറവേറ്റി തരുന്നതുമായ പരിശുദ്ധമായ പരിശുദ്ധമായ ദിനമാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കോ എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, പടച്ച റബ്ബേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിനത്തിൽ നമുക്കത് മാറ്റിത്തരും. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഒക്കെ ചരിത്രം നമുക്കറിയാം. വളരെയധികം വിശാലമായ ചരിത്രങ്ങളാണ് പടച്ച റബ്ബേ. വളരെയധികം ചർച്ച നടത്തേണ്ട വളരെ പ്രസിദ്ധമായ ചരിത്രമാണ് എന്ന് നമുക്കറിയാം. സമയം നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ ചരിത്ര പ്രസിദ്ധമായ ക്ലാസ്സുകളിലൂടെ തന്നെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമുക്ക് സഞ്ചരിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, പടച്ച റബ്ബേ, അല്ലാഹുവേ, പടച്ച റബ്ബേ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയാത്ത ആളുകളില്ലല്ലോ. അല്ലാഹുവേ, തന്റെ സഹോദരങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് അല്ലാഹുവേ, വാപ്പാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടാ. പടച്ച റബ്ബേ, ചെറിയ കുട്ടിയായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവേ, പടച്ച റബ്ബേ, തന്റെ സഹോദരങ്ങളെ കൊണ്ടുപോയിട്ടതാ അല്ലാഹുവേ, മരുഭൂമിയിലെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയാണല്ലോ. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. പടച്ച റബ്ബേ, അവസാനം രാജകൊട്ടാരത്തിലെ രാജാധികാരത്തിലേക്ക് കടന്നു വന്ന മഹാനായി മാറിയല്ലോ. വിശാലമായ ചരിത്രമാണല്ലോ പ്രിയമുള്ളവരെ. വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാവിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അതാവിടുന്ന് തന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവേ, മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് എന്റെ പൊന്നുമോൻ യൂസുഫ്? അല്ലാഹുവേ, അവിടുന്ന് തന്റെ സഹോദരങ്ങൾ പറഞ്ഞത്, പിതാവേ,
അദ്ദേഹത്തെ അതാ ഞങ്ങൾ ആട്ടിൻ പറ്റങ്ങൾക്കിടയിലൂടെ പടച്ചുറപ്പേ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ചെന്നായ അവരെ പിടിച്ചു കൊണ്ടുപോയല്ലോ. ഞങ്ങൾ ഒരുപാട് രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്, ഒരുപാട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിന് സാധിച്ചില്ല വാപ്പാ. പടച്ചുറപ്പേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാതെ അവിടുന്ന് വല്ലാതെ കരഞ്ഞുകൊണ്ട് പടച്ചുറപ്പേ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ. അങ്ങനെ പ്രയാസത്തിൽ വല്ലാത്ത വേദനയിൽ നിൽക്കുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമുക്കറിയുമല്ലോ. അവസാനമതാ എല്ലാ സത്യാവസ്ഥയും അറിഞ്ഞപ്പോ, എല്ലാവരും അതിനെക്കുറിച്ച് അറിയുമ്പോ അതാവിടുന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതാവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മക്കൾ അവിടുന്ന് പറയുകയാ, വാപ്പാ അല്ലാഹുവേ പടച്ചുറപ്പേ, ഖാലൂ യാ അബാനാ അസ്തഗ്ഫിർ ലനാ ദുനൂബനാ. അതാവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മക്കള് വാപ്പാനോട് പറയുകയാണ്, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടാനൊന്ന് പ്രാർത്ഥിക്കുമോ? ഞങ്ങളുടെ പാപങ്ങളൊന്ന് പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? ഇന്നാ കുന്നാ ഖാതിഈൻ, നിശ്ചയമായിട്ടും ഞങ്ങളെ തെറ്റുകാരാണ് വാപ്പാ എന്നവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മക്കള് അല്ലാഹുവേ അവിടുന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അതാ തന്റെ തെറ്റുകൾ ഇങ്ങനെ ഏറ്റിട്ട് പറയുകയാ. അവിടുന്ന് ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റുകൊണ്ട് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബീ. അല്ലാഹുവേ, നിങ്ങൾക്ക് പാപമോചനത്തിനായിട്ട് എന്റെ റബ്ബിനോട് ഞാനിതാ ദുആ ചെയ്യുന്നതാ, എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായിട്ടും ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, അല്ലാഹുവേ വളരെയേറെ പാപങ്ങൾ പൊറുക്കുന്നവനാ, വളരെയേറെ പാപങ്ങൾ പൊറുക്കുന്നവനാ എന്നവിടുന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാവിടുന്ന് പറയുന്നുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ആയത്തിന്റെ വിശദീകരണത്തിലോ മഹാനായ താവൂസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ആ ഒരു പരിശുദ്ധമായ പ്രാർത്ഥനയെ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് സമയം മാറ്റിവെക്കുകയാ. അവിടെ നിന്ന് പറഞ്ഞ ഉടനെ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നീട് മഹാനവറുകൾ പ്രാർത്ഥിച്ച ദിവസമേതാ? പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിലാ. പക്ഷെ ആ ദിവസത്തിലേക്ക് ആശുറാ കടന്നു വന്നിട്ടുണ്ടോ? ആശുറാ ദിവസം അങ്ങ് കടന്നു വന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മഹാനവറുകൾ കരുതിക്കൂട്ടി നിന്നിരുന്നതോ അല്ലാഹുവേ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു, വെള്ളിയാഴ്ച ദിനത്തെയായിരുന്നു. മഹാനവറുകൾ അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ പാപങ്ങൾ പൊറുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. എന്തേ അതിന്റെ കാരണമുമ്മ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തന്റെ മക്കൾക്കൊരു വിഷമം വന്നപ്പോ പടച്ചുറപ്പേ തന്റെ മനസ്സിൽ പടച്ചു തമ്പുരാനോട് ദുആ ചെയ്യേണ്ട ഒരു ഘട്ടം വന്നപ്പോ അവിടുന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ദിവസം ഒന്ന് നോക്കണേ ഉമ്മ. ഏത് ദിവസമാ? ഏത് ദിവസമാ? പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാ.
അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഉണ്ടല്ലോ അള്ളാനോട് നമ്മൾ എന്ത് ചോദിച്ചോ ആ ചോദിക്കുന്നത് തരാൻ വേണ്ടി പടച്ച തമ്പുരാന് കാത്തിരിക്കുന്ന രാത്രിയാണല്ലോ. ഈ രാത്രിയെ നമ്മൾ കൈവടിയല്ലേ, ഈ രാത്രിയെ നമ്മൾ പടച്ച റബ്ബേ ഒരിക്കലും തന്നെ ഒഴിവാക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി നമ്മൾ ദുആ ചെയ്യുമ്പോ പടച്ച റബ്ബേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ആറടി മണ്ണിലാണ് ദുരന്ത വാർത്തകൾ നമ്മെ വല്ലാതെ അലട്ടുകയാണല്ലോ. എത്രയോ ജീവനുകളാണ് റബ്ബേ പടച്ച റബ്ബേ പിടഞ്ഞ് മരിച്ചു കൊണ്ടിരിക്കുന്നത്. മരണസംഖ്യ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ സഹിക്കാൻ കഴിയുന്നുണ്ടോ ഉമ്മ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട് ഉമ്മ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ദഖറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഈ ഭൂമി ലോകത്ത് അല്ലാഹു തആല ഫിത്നകൾ ഫസാദുകൾ തരുന്നത് പടച്ച തമ്പുരാനെ മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ്, മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മനുഷ്യരെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പടച്ച റബ്ബേ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രലോഭങ്ങൾ തരികയാണ്, പ്രക്ഷോഭങ്ങൾ തരികയാണ്, ദുരന്തങ്ങൾ തരികയാണ്, പ്രളയങ്ങൾ തരികയാണ്, കൊറോണകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികളെ പടച്ചു തമ്പുരാന് തരികയാ. കടലും കരയൊക്കെ ഒരുപോലെയായി മാറുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ കുറെയൊക്കെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണല്ലോ. നമ്മൾ ശ്രദ്ധിച്ചാകവേ ദുനിയാവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാം. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് വിളിച്ചു പറയുമല്ലോ, നമ്മുടെ ആത്മാവ് വിളിച്ചു പറയുമല്ലോ, ഫലാ തഗുറന്നകും ദുനിയാ കമാ ഗറതനീ. ഈ ദുനിയാവിനെ ചതിച്ചതുപോലെ ദുനിയാവിന്റെ ആർഭാടങ്ങള്, ദുനിയാവിന്റെ സൗന്ദര്യങ്ങള്, ദുനിയാവിന്റെ പളപളപ്പ് പടച്ച റബ്ബേ എന്നെ വഞ്ചിച്ചതുപോലെ എന്നെ വേറെയൊന്നും ചതിച്ചിട്ടില്ലല്ലോ, എന്നെ വേറെയൊന്നും ചതിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ എന്ന ആത്മാവ് അവിടുന്ന് വിളിച്ചു പറയുമല്ലോ, ഓരോ ആത്മാക്കളും അവിടുന്ന് വിളിച്ചു പറയുമല്ലോ. അള്ളാന്റെ മുമ്പിൽ കെഞ്ചേണ്ടി വരും ഉമ്മ, അള്ളാന്റെ മുമ്പിൽ നമ്മൾ കെഞ്ചേണ്ടി വരുമല്ലോ. നാളെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ തേടിയിട്ട് വരുന്ന സമയമുണ്ടല്ലോ. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മോനെ നീ എവിടെ കിടന്നായാലും എടോ ഒരു ദിവസം നീ മരണപ്പെടുകയാണ്. നിന്റെ മുമ്പിലേക്ക് പടച്ച റബ്ബേ വിളിക്കാത്ത അതിഥിയായിട്ട് അത് അസ്റായീൽ കടന്നു വരികയാ. അസ്റായീൽ വന്നാ പിന്നെ നിനക്ക് രക്ഷയില്ലല്ലോ, നിനക്കൊരു സമയം നിനക്ക് പിന്തിപ്പിച്ചു തരില്ലല്ലോ. നീ പറയുകയാണ്, അല്ലാ എനിക്കുള്ള സമയമൊന്ന് നീട്ടിത്തരുവോ അല്ലാ, എന്റെ മകളെ കെട്ടിക്കാൻ എനിക്കുണ്ടോ, എനിക്കൊരുപാട് ബാധ്യതകൾ തീർക്കാൻ എനിക്കുണ്ടോ, എനിക്ക് വീട് വെക്കാനുണ്ടോ, ഇനിയും ഒരുപാട് കാലം ദുനിയാവിൽ എനിക്ക് ജീവിക്കണല്ലോ, എനിക്ക് അതിനുള്ള അവസരങ്ങൾ തരണേ അല്ലാ എന്ന് അസ്റായീലിന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞ അസ്റായീൽ കേൾക്കൂല. അല്ലാഹുവേ അനുവാദം ചോദിക്കാതെ വീടിനകത്തേക്ക് കടന്നു വരുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അസ്റായീലാണ്. നിന്റെ അയൽവാസി പോലും പടച്ച റബ്ബേ നമ്മുടെ വീടിലേക്ക് കടന്നു വരുമ്പോ അവര് വീടിന്റെ വാതിലിന്റെ മുമ്പിലുള്ള ബെല്ലടിച്ചിട്ടാണ് കടന്നു വരുന്നത്. നമ്മുടെ അയൽവാസി വീട്ടിലേക്ക് കടന്നു വരുമ്പോ പടച്ച റബ്ബേ അവരൊന്ന് കോളിമ്പല്ല് പോലും എങ്കിലും അടിക്കാറുണ്ട്. എന്നാ അസ്റായീൽ വരുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ ഒരു ബെല്ലും അടിക്കൂല, ഒരു മുന്നറിയിപ്പുമില്ല. പടച്ച റബ്ബേ നമ്മൾ പള്ളിയിലാണോ നോക്കൂല, വീട്ടിലാണോ നോക്കുന്നില്ല, അങ്ങാടിയിലാണോ നോക്കുന്നില്ല, പടച്ച റബ്ബേ നമ്മുടെ കല്യാണ ദിവസമാണോ നോക്കുന്നില്ല. എത്ര പെട്ടെന്നാ
പടച്ചുറപ്പേ നമ്മുടെയൊക്കെ മരണമെന്നറിയോ? അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ തൊട്ടടുത്ത് പ്രിയപ്പെട്ട ഒരു ഉപ്പ മരണപ്പെടുകയുണ്ടായി. അല്ലാഹുവേ, വല്ലാത്ത സ്നേഹമുള്ള, എപ്പോഴും കാണുമ്പോ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് സലാം പറഞ്ഞിട്ടോ പടച്ചുറപ്പേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന ഉപ്പയായിരുന്നു. പടച്ചുറപ്പേ, തന്റെ വീട്ടില് പുറത്തിലൂടെ ഇങ്ങനെ പണിയെടുത്തു കൊണ്ടിരിക്കുകയാ. ഒരു ക്ഷീണമില്ല, ഒരു കുഴപ്പവുമില്ലായിരുന്നു. അല്ലാഹുവേ, എല്ലാവരോടും സംസാരിച്ചിട്ട് പടച്ചുറപ്പേ തന്റെ ഒപ്പമുള്ള ആളുകളോടെല്ലാവരോടും സംസാരിച്ചിട്ട് അല്ലാഹുവേ പുറത്തു നിന്ന് വീട്ടിലേക്ക് കടന്നു വന്നു. ഭാര്യയോട് സംസാരിച്ചു, അല്ലാഹുവേ മരുമകളോട് സംസാരിച്ചു, പേരക്കുട്ടികളോട് സംസാരിച്ചു. യാതൊരു കുഴപ്പവുമില്ല. പടച്ചുറപ്പേ, പെട്ടെന്നാണ് ഒരു ക്ഷീണം കടന്നു വരുന്നത്. ശരീരത്തിനൊരു ക്ഷീണം ഇങ്ങനെ വരികയാണ്. അല്ലാ, ആ ക്ഷീണമങ്ങ് പിടിപെട്ട് തന്റെ തോട്ടത്തിൽ നിന്നതാ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു ഭാര്യയോട്, എനിക്കെന്തോ ഒരു ക്ഷീണമുണ്ട്, എനിക്കെന്തോ ഒരു കുഴച്ചിൽ വരികയാണല്ലോ. അല്ലാ, നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ വീട്ടിലേക്ക് കടന്നു വന്നത് മയ്യത്താ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മയ്യത്താണ്. ഉമ്മ, ഇത്രയുള്ളല്ലോ എന്റെയും നിങ്ങളുടെയൊക്കെ കാര്യമെന്ന് പറയുന്നത്. മനുഷ്യരായ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാ. പിന്നെ നമ്മൾ അഹങ്കരിക്കുന്നതായിരിക്കാൻ. അല്ലാഹുവേ, പടച്ചുറപ്പേ, നമ്മൾ ഒരുപാട് മരണം കണ്ടവരാണ്, മരണത്തെ കുറിച്ച് കേട്ടവരാണ്, മരണത്തെ കുറിച്ച് നമ്മളെല്ലാവരും പറയുന്നവരാണ്. പക്ഷേ മരണത്തെ കുറിച്ചിട്ടുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലില്ല. അല്ലാ, ഖബർ നമ്മൾ കണ്ടവരാ. നമ്മുടെ നാട്ടില് പടച്ചുറപ്പേ പള്ളിക്കാടിന്റെ ചാരത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നവരാണ്. പള്ളിക്കാടിന്റെ ചാരത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നവരാണ്. ആ പള്ളിക്കാട്ടിൽ കാണുന്ന മൈലാഞ്ചി ചെടിയുണ്ടല്ലോ, അല്ലാഹുവേ നമ്മളെ നോക്കിയിട്ട് വിളിച്ച് പറയുകയാ, മോനെ നീ ഇങ്ങനെ നടക്കല്ലടാ. ഒരു ദിവസം നീയും പടച്ചുറപ്പേകന്റെ താഴെ വന്നിട്ട് കിടക്കുകയാണ്. നിന്നെ പോലെ അഹങ്കരിച്ചിട്ട് നടന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവിടൊക്കെ തലച്ചോറിന്റെ വളം വലിച്ചെടുത്തിട്ടാണ് ഞാൻ ഇവിടെ എണീറ്റ് നിൽക്കുന്നതെന്നോ. എന്റെ പ്രിയമുള്ളവരെ, മൈലാഞ്ചി ചെടി, ഖബറിന്റെ മേലെ നിൽക്കുന്ന മൈലാഞ്ചി ചെടിയുണ്ടല്ലോ, അല്ലാഹുവേ നമ്മളെ നോക്കിയിട്ട് വിളിച്ച് പറയുകയാ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാനാ. പടച്ചുറപ്പേ, ഖബറെന്ന് കേട്ടാ പിടക്കണം ഉമ്മ, ഖബറെന്ന് കേട്ടാ കരയണല്ലോ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചുറപ്പേ അല്ലാഹു ദുനിയാവിൽ നിന്ന് സ്വർഗ്ഗമുണ്ടെന്ന് പഠിപ്പിച്ച മഹാനാ. പക്ഷേ അല്ലാഹുവേ, ആ മഹാനായ മുത്ത് അല്ലാഹുവേ സഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ഉണ്ടല്ലോ, അവിടുന്ന് ഖബറെന്ന് കേട്ടാ കരയുമായിരുന്നല്ലോ. സഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാ, തങ്ങളെ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഇത്രയ്ക്ക് കരയാറില്ല, മരണത്തെ കുറിച്ച് പറഞ്ഞാ നിങ്ങൾ കരയാറില്ല, പടച്ചറബ്ബേ നരകത്തെ കുറിച്ച് പറഞ്ഞ, സിറാത്തിനെ കുറിച്ച് പറഞ്ഞ ഇത്രത്തോളം പേടിയിൽ നിങ്ങൾ കരയാറില്ലല്ലോ, എന്തേ ഖബറിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കരയുന്നത് എന്നവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു
തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുകയാണ്, മഹ്ശറയിൽ ചെന്നാ അവിടെയും ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. മരിക്കുന്ന സമയത്തും പടച്ചറബ്ബേ ചുറ്റും ആളുണ്ടല്ലോ. ഖബറിൽ നമുക്ക് ആരാണുള്ളത്? ഖബറിൽ നമ്മുടെ കൂടെ ആരാണുള്ളത്? അവിടെ മണ്ണിന്റെ വീടാണല്ലോ, പുഴുക്കളുടെ വീടാണല്ലോ, ഇരുട്ടിന്റെ വീടാണല്ലോ, മണ്ണിന്റെ തലയണയാണല്ലോ. ഇന്നലെ വരെ പടച്ചറബ്ബേ വീടിന്റെ ഉള്ളറയിലോ അല്ലാഹുവേ നല്ല കൊത്തിവെച്ച കട്ടിലിന്റെ മുകളിലോ പടച്ചുറപ്പേ നല്ല കിടക്ക വിരിച്ചിട്ടോ, അതിന്റെ മുകളിൽ നല്ല വിരിപ്പ് വിരിച്ചിട്ടോ പടച്ചുറപ്പേ AC റൂമിൽ കിടന്നുറങ്ങിയവനോ നാളെ കിടക്കുന്നത്, നാളെ പടച്ചുറപ്പേ കിടക്കുന്നത് അല്ലാഹുവേ ഖബറിലാ, ആ മണ്ണിന്റെ വീട്ടിലാണ്. അല്ലാ, ആ വീട് നമുക്ക് വെളിച്ചമാക്കണ്ടേ, ആ വീട് നമുക്ക് സുന്ദരമാക്കണ്ടേ, അവിടെ പ്രകാശം കൊണ്ട് നമുക്ക് പടച്ചുറപ്പേ പെയിന്റിടണ്ടേ. എന്താണ് ഉമ്മ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നമ്മൾ എന്താണ് അവിടേക്ക് കരുതി വെച്ചിട്ടുള്ളത്? പടച്ച തമ്പുരാനെ, നീ ഞങ്ങളെ ഖബർ പ്രകാശിപ്പിച്ച് തരണേ അല്ലാ. ഈ പരിശുദ്ധമായ ഇൽമ പറയുന്നത് അല്ലാഹുവേ കേൾക്കുന്നത് അല്ലാ അതിന്റെ ഒരു സബബാക്കണേ അല്ലാ. ഞങ്ങൾ പാപികളായിട്ട് നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ പടച്ചുറപ്പേ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആട്ടിയകറ്റല്ല അല്ലാ, നീ ഞങ്ങളെ ആട്ടിയകറ്റല്ല അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ അറിയുക. നമ്മുടെ പ്രവർത്തനത്തില്, നമ്മുടെ ചലനത്തില്, നമ്മുടെ സംസാരത്തില്, നമ്മുടെ എല്ലാത്തിലും നമ്മൾ പടച്ച തമ്പുരാനെ മറക്കാൻ പാടില്ല. അത് മറന്നാ നമ്മൾ നാളെ മരിക്കുന്ന സമയത്തിന്റെ പ്രിയമുള്ളവരെ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മൾ വിജയിക്കേണ്ടത് എവിടെ? നമ്മൾ വിജയിക്കേണ്ടത് എവിടെ? നമ്മൾ പറയും SSLC പരീക്ഷയ്ക്ക് എൻ്റെ മോന് 10A+, പ്ലസ് മോക്ക് ഫുൾ A+, ഒക്കെ പഠിച്ചവനെ നാട്ടിൽ പൊന്തി. ഇതല്ലടാ വിജയം എന്ന് പറയുന്നത്. മരിക്കുന്ന സമയത്ത് ആർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ മരിക്കാൻ കഴിയുന്നവരാരാ? അവരാണ് എൻ്റെ പ്രിയമുള്ളവരെ വിജയിച്ച ആളുകൾ. ആ മരിക്കുന്ന സമയത്ത് കണ്ടുകൊണങ്ങള് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ മരണം? പടച്ചറബ്ബേ, മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, എൻ്റെ പ്രിയമുള്ളവരെ കോയക്കുട്ടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, പടച്ചറബ്ബേ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, പടച്ചോനെ ഇവരുടെ ജനാസ അല്ലാഹുവേ പടച്ചറബ്ബേ അവരൊക്കെ പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. പ്രിയമുള്ളവരെ, അവര് നമ്മളൊക്കെ നിന്നിട്ട് അവരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കരയാ. അപ്പൊ അവരോ തമ്പുരാനെ ഓലിച്ചിരിക്കുക, ഓലിങ്ങനെ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുക. അങ്ങനെ ചിരിച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കടക്കാൻ കഴിയണം. ആർക്കാ കഴിയാ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കിയിട്ടില്ല? എന്തെങ്കിലും ഉണ്ടാക്കിക്കണോ? എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ആ ഒരു പരിശുദ്ധമായ ഗേഹത്തിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഖബറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ പടച്ചറബ്ബേ കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.